അങ്ങനെയൊന്നും ചേട്ടാ, ഫസ്റ്റ് ഹാഫ് ചെറിയൊരു ലാഗ് ഉണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ സെക്കൻഡ് ഹാഫ് പൊളിയാണ്. പക്ഷെ പടം മൊത്തത്തിൽ നൈസാണ്. ചേട്ടാ ലാലേട്ടൻ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. വേറെ എന്താണ് ഇഷ്ടപ്പെട്ടത് മേക്കിംഗ് ഒക്കെ? ഓവറോൾ അതായത് ലൂസിഫറിന്റെ കൂടുതൽ ക്യാരക്ടേഴ്സ് ഇതിനകത്ത് ഉള്ളത് കാരണം അത് ആ പേസ് ക്യാരക്ടർ ആർക്ക് സെറ്റ് ചെയ്യുന്നതിനകത്ത് ഫസ്റ്റ് ഹാഫിൽ കുറച്ചും കൂടി ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ ആ പേസ് പിക്കപ്പ് ചെയ്ത് പോകും. ഡീഗ്രേഡിങ് എന്ന് എനിക്ക് തോന്നുന്നത് പടത്തിന്റെ ഹൈപ്പ് ഉള്ളത് കാരണം ആൾക്കാർ സ്വയം വളരെയധികം അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ് സ്വയം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ എക്സ്പെക്ടേഷൻ വെക്കുന്ന സമയത്തുള്ള സാധാരണ ആ ഒരു നെഗറ്റീവ് റിവ്യൂ വരുന്നത് ഇവർ അതിന്റെ ഭാഗമായിട്ടായിരിക്കും ഡീഗ്രേഡിങ് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് ഇഷ്ടപ്പെട്ടതാണ് പടത്തിൽ? ലാലേട്ടൻ എങ്ങനെയുണ്ട് ബ്രോ? എങ്ങനെയുണ്ട്? ആ, എന്താണ് ഇഷ്ടപ്പെട്ടതാണ്? ഓക്കെ, ലാലേട്ടൻ എങ്ങനെയുണ്ട് ബ്രോ? ഭയങ്കര ഡീഗ്രേഡിംഗ് ഒക്കെ വരുന്നുണ്ട്, അതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? റിവ്യൂ കണ്ടിട്ടാണോ വന്നത്? റിവ്യൂ കണ്ടിട്ടാണോ വന്നത്? അപ്പൊ ഇഷ്ടപ്പെട്ടോ? എന്താണ് ഇഷ്ടപ്പെട്ടതാണ് പടത്തിൽ? എല്ലാവരുടെ അഭിനയൊക്കെ എങ്ങനെയുണ്ട്? എന്താണ് ഇഷ്ടപ്പെട്ടതാണ്? സീൻ ഡിഫറൻസ് കാണിച്ചുകൊണ്ട് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലാലേട്ടൻ എങ്ങനെയുണ്ട്? വേറെ ലെവലാണ്, അടിപൊളിയാണ്. ഡീഗ്രേഡിങ് അങ്ങനെ കാര്യമായിട്ട് അത് കുറച്ച് നെഗറ്റീവ് ഉണ്ട്, അത് ലാഗ് ചെറുതായിട്ടുണ്ട്. അപ്പൊ ലെങ്തി പടമാകുമ്പോൾ പിന്നെ ഇനിയിപ്പം അടുത്ത പാട്ടിൽ കുറച്ചുകൂടെ കുറച്ചുകൂടെ വലിയൊരു ലോകത്തിലോട്ടാണ് ഇനി പോകുന്നത്. ഇനി പ്ലീസ് നല്ലോണം എടുക്കുകയാണെങ്കിൽ നെക്സ്റ്റ് പാർട്ടാണ് നമുക്ക് കൂടുതൽ പ്രതീക്ഷ തരുന്നത്. എല്ലാവരുടെ അഭിനയൊക്കെ എങ്ങനെയുണ്ട്? പൊളിച്ചിട്ടുണ്ട് എല്ലാവരും. കുറവ് സ്ക്രീൻ ടൈം ഉണ്ടെങ്കിലും ആ സ്ക്രീൻ ടൈമിൽ എല്ലാവരും പൊളിച്ചിട്ടുണ്ട്. ടിക്കറ്റ് കിട്ടിയില്ല, ഇന്നാണ് ടിക്കറ്റ് കിട്ടിയത്, പിന്നെ അത് കാണാൻ പറ്റിയത്. കുറച്ച് നെഗറ്റീവ് കേൾക്കുന്നുണ്ട്, പക്ഷെ അത്ര പറയുന്ന അത്ര ഇതില്ല, കുറച്ച് ലാഗ് ഉണ്ടെന്നേ ഉള്ളൂ. എന്നാലും ഒരു തിയേറ്റർ എക്സ്പീരിയൻസിനുണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് അതാണ് സംഭവം. ഇത് ടി വിയിൽ കണ്ടാലൊന്നും എക്സ്പീരിയൻസ് കിട്ടത്തില്ല, തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. എങ്ങനെയുണ്ട് ലാലേട്ടനൊക്കെ എങ്ങനെയുണ്ട്? ഓക്കെ, എന്താണ് ഇഷ്ടപ്പെട്ടത് പടത്തിൽ? എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ബെറ്റർ. ലൂസിഫർ തിയേറ്ററിലല്ല, ഞാൻ ഇവിടെ തിയേറ്ററിൽ. ധാരാളം നെഗറ്റീവ് വരുന്നുണ്ട്, അപ്പൊ റിവ്യൂ കണ്ടിട്ടാണോ പറഞ്ഞത്? അത്രയ്ക്ക് പറയാതില്ല. അഭിനയം കൊള്ളാം, മറ്റവരെന്തായാലും ലാലേട്ടനെ പിന്നെ പറയണ്ടോ. ലാലേട്ടൻ എങ്ങനെയുണ്ട്? ചേട്ടാ റിവ്യൂ കണ്ടിട്ടാണോ വന്നത്? ഓക്കെ, എക്സ്പീരിയൻസ് ആയിരുന്നു. ലാലേട്ടൻ തകർത്തോ ചേട്ടാ? നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറെ ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒന്നുമില്ല, വളരെ നല്ല മൂവിയാണ്. ഓക്കെ, എങ്ങനെയുണ്ട് ചേച്ചി പടം? ലാലേട്ടൻ എങ്ങനെയുണ്ട്? ഓക്കെ, ലാലേട്ടൻ എങ്ങനെയുണ്ട്? തിയേറ്റർ എക്സ്പീരിയൻസിനോളുണ്ട്, മേക്കിംഗ് വൈസ് ഫ്രെയിംസ് എല്ലാം ഫിക്സ്ഡ് അഭിപ്രായമാണ്. ലൈക്ക് മൂവി ഓവറോൾ വളരെ നന്നായിട്ടുണ്ട്, പക്ഷേ ലൈക്ക് എന്തൊക്കെയോ കുത്തി നിറച്ച പോലെ ഒരു ഫീലുണ്ട്. സ്റ്റീഫൻ നെടുമ്പള്ളി പറഞ്ഞ കണക്ക് സ്റ്റീഫൻ നെടുമ്പള്ളിനെയാണ് കൂടുതലും കാണാൻ ആഗ്രഹിച്ചത്. ഖുറേഷി എബ്രഹാം ഇസ് ഫൈൻ, ബട്ട് സ്റ്റീഫൻ്റെ കുറച്ചുകൂടെ സ്ക്രീൻ അത് കവർ ചെയ്തിരുന്നത് നന്നായിരുന്നതിനും ഡീഗ്രേഡഡ് ആയിട്ട് ആസ് ആൻ ഓൾ എന്തൊക്കെയോ കുറച്ച് മിസ്സിംഗ് ഉണ്ട്. നമ്മൾ അത് ഹൈപ്പിനനുസരിച്ചിട്ടുള്ളൊരു എക്സ്പെക്റ്റഡ് സാധനമല്ല ഔട്ട്പുട്ടായിട്ട് കിട്ടിയത്. ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ലാലേട്ടൻ ഇഷ്ടപ്പെട്ടു, അത്രയും ഇഷ്ടപ്പെട്ടു, പടം മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. എന്തിനാണ് ആൾക്കാർ ഡീഗ്രേഡ് ചെയ്യണമെന്ന് അറിയില്ല. ഫിലിം ലാലേട്ടനൊക്കെ എങ്ങനെയുണ്ട്? ഓക്കെ, നെഗറ്റീവ് റിവ്യൂ ഉണ്ട്, അല്ല കുഴപ്പമൊന്നുമില്ല. ലാലേട്ടൻ എങ്ങനെയുണ്ട്? ഓക്കെ ചേട്ടാ, നല്ല സിനിമയാണ്. പറയുന്ന പോലെ നെഗറ്റീവ് ഒന്നുമല്ല, നല്ല മൂവി.